ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഓഷോ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓഷോയുടെ ഈ ചെറിയ കഥയിലൂടെ ഓവർ തിങ്കിങ് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനും പ്രായമുള്ള ആളും ഉണ്ടായിരുന്നു. ഈ പ്രായമുള്ള ആളുടെ കയ്യിൽ ഒരു ലക്ഷറി വാച്ച് ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ ഈ വാച്ച് കണ്ട് ക്യൂരിയോസിറ്റി കാരണം ടൈം ചോദിച്ചു. പക്ഷേ അയാൾ മറുപടി ഒന്നും നൽകിയില്ല. ഒരു 5 മിനിറ്റിന് ശേഷം പിന്നീടും ചോദിച്ചു, മറുപടിയില്ല. അങ്ങനെ മൂന്നാമതും ചോദിച്ചു, അതിനും മറുപടിയില്ല. അപ്പോൾ അപ്സെറ്റായി ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചിട്ടും എന്താ നിങ്ങൾ എനിക്കൊരു മറുപടി തരാത്തത്? അപ്പോൾ ഈ പ്രായമുള്ള ആൾ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, യങ് മാൻ, നോക്കൂ, ഞാൻ നിങ്ങളോട് സമയം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പേര് ചോദിക്കും. പിന്നെ നിങ്ങൾ എന്നോട് ഞാൻ എവിടെയാ താമസിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പറയേണ്ടി വരും ഞാൻ എവിടെയാ താമസിക്കുന്നത് എന്ന്. ചിലപ്പോൾ നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആളായേക്കാം. സോ മേ ബി എനിക്ക് നിങ്ങളെ ചായ കുടിക്കാൻ ക്ഷണിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ എൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ വന്നാൽ സമപ്രായക്കാരിയായ എൻ്റെ മകളെ പരിചയപ്പെട്ടേക്കാം. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പായി മാറാം. അങ്ങനെ ഒരു നാൾ എൻ്റെ മകൾ എന്നോട് വന്ന് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞേക്കാം. എനിക്ക് എൻ്റെ മകളെ ഒരു വാച്ച് പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് ഈ തിങ്കിങ് പ്രോസസ്സ് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയത് എന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മളും. ഒരു ചെറിയ കാര്യം റിപ്പീറ്റഡ്ലി ആലോചിച്ച് നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ദാറ്റ്സ് ദ പവർ ഓഫ് ഓവർ തിങ്കിങ്. സോ വാട്ട് ഷുഡ് വി ഡു? സോ നിങ്ങൾ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടത്, അവിടേക്ക് എത്താൻ വേണ്ടി എന്താണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്ന പാറ്റേൺ ബ്രേക്ക് ചെയ്യുക. ബിക്കോസ് ഓവർ തിങ്കിങ് നിങ്ങളുടെ ലൈഫിൽ കഠിനമായ സ്ട്രെസ് ഉണ്ടാക്കും, which can lead to other problems. ഞാൻ ഡോക്ടർ രാഹുൽ ഫ്രം MCR ഡയബറ്റീസ് ആൻഡ് ഐ കെയർ.